ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടിട്ട് 4 കൊല്ലം തികയാൻ പോകുന്നു. 81 ദിവസത്തിനുള്ളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇതുവരെ വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ധീരജിനെ കത്തികൊണ്ട് കുത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള 8 പ്രതികളും നിലവിൽ ജാമ്യത്തിൽ പുറത്തുണ്ട്. ജനുവരി 10 ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ 8ാം സെമസ്റ്റർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത്. കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിനിടെയായിരുന്നു കൊലപാതകം. യൂണിയൻ തിരഞ്ഞെടുപ്പ് ദിവസം കോളേജിന് പുറത്തു നിന്നിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നിഖിൽ പൈലിയാണ് ധീരജിനെ കത്തികൊണ്ട് കുത്തിയത്. ഹൃദയത്തിലേറ്റ ആഴമുള്ള മുറിവ് മരണകാരണമായി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഉൾപ്പെടെ 8 പ്രതികളാണ് കേസിലുള്ളത്. മുൻപ് പലതവണ വിചാരണ നടപടികൾ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പലവിധ കാരണങ്ങളാൽ മാറ്റുകയായിരുന്നു. 2026 ജനുവരിയിലാണ് നിലവിൽ കേസിന്റെ വിചാരണ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആത്മരക്ഷാർത്ഥം നടത്തിയ ഒരു ആക്രമണത്തിലുണ്ടായ ഒരു മുറിവോ പരിക്കുകളോ അല്ല ഈ കേസിലേക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം പരിക്കേൽക്കുന്നത് ധീരജിനല്ല. ആദ്യം പരിക്കേൽക്കുന്നത് ഈ കേസിലെ 1ാം സാക്ഷിയായ അഭിജിത്തിനും 2ാം സാക്ഷിയായ അമലിനുമാണ് പരിക്കേൽക്കുന്നത്. ആദ്യത്തെ 1ാം സാക്ഷിക്കേറ്റ 2 പരിക്കുകളിൽ നിന്ന് തന്നെ ഈ കേസിന് പ്രതിക്കുള്ള കൊലപാതകത്തിനുള്ള ഉദ്ദേശം വ്യക്തമാണ്. ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെ പ്രതി കുറ്റം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം. കൃത്യം നടത്താൻ 1ാം പ്രതി നിഖിൽ പൈലി ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ പറ്റാത്ത വിധം ഉപേക്ഷിച്ചതും മനഃപൂർവ്വമാണ്. പ്രധാന തെളിവായ കത്തി കണ്ടെത്താൻ കഴിയാത്തത് തിരിച്ചടിയാകില്ലെന്നാണ് പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും വിലയിരുത്തൽ. വിചാരണ നടപടികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കണമെന്ന് ധീരജിന്റെ മാതാപിതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.